ശബ്ദം പോരാ എന്ന് പറഞ്ഞ് പണ്ടൊരാളെ പുറത്താക്കിയിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നീട് അദ്ദേഹത്തെ ഗാനഗന്ധർവൻ എന്ന് ലോകം വാഴ്ത്തി. ഏതാണ്ട് അതുപോലൊരു കഥയാണ് കൊറിയൻ ഗായികയും ഗാനരചയിതാവുമായ കിം യൂജയ്ക്ക് പറയാനുള്ളത്. തള്ളിപ്പറഞ്ഞിടത്തേക്ക് യൂജെ തിരിച്ചെത്തിയത് ഒരു ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും കൊണ്ടാണ്. ബെസ്റ്റ് ഒറിജിനൽ സോങ് മോഷൻ പിക്ചർ കാറ്റഗറിയിലാണ് ഗോൾഡൻ എന്ന ഗാനം ഗോൾഡൻ ഗ്ലോബ്സ് പുരസ്കാരത്തിന് അർഹമായത്. കെ-പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ് എന്ന ഹിറ്റ് നെറ്റ്ഫ്ലിക്സ് ആനിമേഷൻ ചിത്രത്തിൽ ഹൺഡ്രിക്സ് എന്ന ഫിക്ഷണൽ ഗേൾ ഗ്രൂപ്പ് പാടുന്ന ഗാനമാണ് ഗോൾഡൻ. ഈ പാട്ടിന്റെ വരികൾ കോ-റൈറ്റ് ചെയ്തതും അതിൽ റൂമി എന്ന കഥാപാത്രത്തിന്റെ വരികൾ പാടിയതും ഒരാളാണ്. 10 വർഷം കെ-പോപ്പ് ട്രെയിനി ആയിരുന്നിട്ടും ഒടുവിൽ ശബ്ദം പോരാ എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ഇജെയുടെ SM എന്റർടൈൻമെന്റ്സിന്റെ കീഴിൽ 10 വർഷം ഇജെ കെ-പോപ്പ് ട്രെയിനി ആയിരുന്നു. ഡെബ്യൂ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ശബ്ദം പോരാ എന്ന പേരിൽ പുറത്താക്കപ്പെട്ടു. കെ-പോപ്പ് ഐഡലാകാനുള്ള ആഗ്രഹം അസ്തമിച്ച അവർ പിന്നീട് അമേരിക്കയിലെത്തി. പഠനത്തിന് ശേഷവും മ്യൂസിക്കിനെ ചേർത്ത് പിടിച്ചു. ഇതിനിടയിൽ കെ-പോപ്പ് ഗേൾ ഗ്രൂപ്പ്സായ റെഡ് വെൽവെറ്റിന്റെ സൈക്കോ, എസ്പയുടെ ആർമഗെഡൺ, ഡ്രാമ എന്നീ ഗാനങ്ങൾക്ക് വരികൾ എഴുതുകയും ചെയ്തു. പക്ഷെ പിന്നെയും വർഷങ്ങളെടുത്തു ഇജെ എന്ന ആർട്ടിസ്റ്റിനെ ലോകമറിയാൻ. ഗോൾഡൻ എന്ന ഗാനം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ വളരെ മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗാനരചന ഉപേക്ഷിക്കണം എന്ന തീരുമാനം പോലും എടുക്കേണ്ടി വന്ന ഘട്ടത്തിലാണ് ഇജെയെ തേടി കെ-പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ് എത്തുന്നത്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്ന പ്രതീക്ഷ നൽകുന്ന വരികൾ സത്യത്തിൽ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. സിനിമ ഹിറ്റായതോടെ അതിലെ പാട്ടുകളും സെൻസേഷനായി മാറി. ചുരുങ്ങിയ കാലം കൊണ്ട് ഗ്ലോബൽ ചാർട്ടുകളിൽ പാട്ട് 1-ാം സ്ഥാനത്ത്. സ്പോട്ടിഫൈയിൽ മാത്രം 1.3 ബില്യൺ വ്യൂസ് ആണ് ഗാനത്തിന് ലഭിച്ചത്. ബിൽബോർഡ് ചാർട്ടിൽ കൂടുതൽ കാലം 1-ാം സ്ഥാനത്ത്. സിനിമയിൽ റൂമി എന്ന കഥാപാത്രം പ്രതീക്ഷയോടെ പാടുന്ന ആ ഗാനവും അതിലെ വരികളും കേൾവിക്കാർക്കും അതേ പ്രതീക്ഷ നൽകി. പ്രതീക്ഷയിൽ മുറുകെ പിടിക്കാൻ ഊർജം നൽകി. വരികളോടൊപ്പമുള്ള ഡെമോ വോക്കൽസ് കേട്ടാണ് ഡയറക്ടർ മാഗി കാങ് ഇജെയോട് തന്നെ റൂമി എന്ന കഥാപാത്രത്തിന്റെ സിംഗിങ് വോയിസ് ആകാൻ ആവശ്യപ്പെട്ടത്. ഹൈ റേഞ്ചിലുള്ള വോക്കൽസ് ആണ് ഈ ഗാനത്തിന്റെ പ്രത്യേകത. ഈ കാറ്റഗറിയിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ കൊറിയൻ അമേരിക്കൻ സിംഗർ എന്ന നേട്ടവും ഇജെയ്ക്ക് സ്വന്തമായി. പുരസ്കാരം ഏറ്റുവാങ്ങിയുള്ള താരത്തിന്റെ പ്രതികരണം തന്നെയാണ് പരാജയപ്പെട്ടവർക്കുള്ള പ്രചോദനം. റിജക്ഷൻ ഈസ് റീഡിറക്ഷൻ. തിരിച്ചുവരവിനുള്ള ആയുധമാണ് തിരസ്കരണം. പ്രതീക്ഷ നൽകുന്ന ഗോൾഡനും അതെഴുതിയ ഇജെയും നമുക്ക് പ്രചോദനമാണ്. പരാജയപ്പെട്ടിടത്തു നിന്ന് തിരിച്ചു വരാനുള്ള പ്രചോദനം.